വെങ്കലപ്പെരുമയുടെ പേരുകെട്ട മാന്നാറിലെ പണിശാലയിൽ തീർത്ത ഭീമൻ മണികൾ ഇനി നാഗാലാൻഡിൽ മുഴങ്ങും. 1200 കിലോ വീതം ഭാരവും 4 അടി ഉയരവുമുള്ള 2 കൂറ്റൻ മണികളാണ് മാന്നാറിൽ നിർമ്മിച്ച് അടുത്ത ദിവസം നാഗാലാൻഡിലേക്ക് യാത്രയാവുന്നത്. നാഗാലാൻഡ് അസംബ്ലി സ്പീക്കർ ഷെറിംഗെയിൻ ലോങ്കുമാറിന്റെ ആവശ്യപ്രകാരം അദ്ദേഹത്തിന്റെ ചർച്ചിലേക്കും മുഖ്യമന്ത്രി നെയ്ഫിയു റിയോയുടെ ഗ്രാമത്തിലെ പള്ളിയിലേക്കുമാണ് മാന്നാറിൽ നിർമ്മിച്ച മണികൾ കൊണ്ടുപോകുന്നത്. പാരമ്പര്യ നിർമ്മാണ രീതിയിൽ 12ഓളം തൊഴിലാളികൾ 6 മാസത്തോളം നടത്തിയ കഠിനാധ്വാനത്തിലാണ് ഈ വെങ്കലമണികൾ പൂർത്തിയായത്. വലിയ കുരിശടയാളം കൂടാതെ നാഗാലാൻഡിലെ ഗോത്രഗ്രാമത്തിന്റെ നാമമായ ഉങ്മ എന്ന് ഇംഗ്ലീഷിലും ആലേഖനം ചെയ്തിട്ടുണ്ട്. പള്ളിമണി നിർമ്മാണത്തിൽ പ്രശസ്തരായ മാന്നാറിലെ PRM ലക്ഷ്മണ അയ്യർ അസോസിയേറ്റ്സിലെ 3ാം തലമുറയിലെ സഹോദരങ്ങളായ ലക്ഷ്മി നാരായണ ശർമ്മയും R വെങ്കടാചലവുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ ഒരു പാരമ്പര്യ വ്യവസായമാണ്. ഏതാണ്ട് ഞങ്ങൾക്ക് 100 കൊല്ലത്തോളം പാരമ്പര്യമുണ്ട്. ഈ ബിസിനസ് ഗ്രാൻഡ് ഫാദറിൻ്റെ കാലം മുതലേ ഉള്ള ഒരു ബിസിനസ്സാണ് ഞങ്ങളുടെ. മാന്നാർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. നോൺ ഫെറസ് മെറ്റൽ കാസ്റ്റിങ്സ് ബെൽമെറ്റൽ ടൗൺ എന്നാണ് മാന്നാർ ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിലൊരു സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഏറ്റവും നല്ല പഴക്കമുള്ള ഒരു സ്ഥാപനത്തിൻ്റെ 3ാം തലമുറയാണ് ഞങ്ങൾ. ഞാനും അനുജനും കൂടാണ് ഇപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ഏതാണ്ട് 6 അടി പൊക്കമുള്ള 3500 കിലോ തൂക്കം വരുന്ന ഒരു ബെല്ല് 2 എണ്ണം മോഹൻ ബീവറേജ് എന്ന് പറയുന്ന അത് മോഹൻ മേക്കിൻസ് ഡയറക്ടർക്ക് ബ്രിഗേഡിയർ കപിൽ മോഹൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് 2 എണ്ണം, ഒന്ന് സോളനിലേക്കും ഒന്ന് ഡൽഹി മോഹൻ നഗറിലെ അമ്പലത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി റോഡ് മാർഗമാണ് കൂറ്റൻ മണികൾ നാഗാലാൻഡിൽ എത്തിക്കുന്നത്. പുതുവർഷത്തിൽ നാഗാലാൻഡിലെ പള്ളിയിലെ തിരുനാളിന് വെങ്കലനാടിന്റെ മണികൾ മുഴങ്ങും.